ഇസ്രായേലിനെതിരെ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ US ഗവൺമെന്റ് ഗാസയിലെ മാനുഷിക സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേലി സേനയുടെ വെടിവെപ്പുണ്ടായെന്ന വാർത്ത BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് US വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോലൈൻ ലെവിറ്റ് കുറ്റപ്പെടുത്തി. ഗാസയിൽ സഹായം വാങ്ങാൻ വന്ന പാലസ്തീൻകാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചെന്ന ചോദ്യം മാധ്യമപ്രവർത്തകരിൽ ഒരാളിൽ നിന്നും ഉയർന്നപ്പോഴാണ് വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോലൈൻ ലെവിറ്റ് BBCയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടും BBC നൽകിയ വ്യാജ വാർത്തയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിവ് സഹിതം വ്യക്തമാക്കുകയും ചെയ്തത്. BBC ഹമാസിന്റെ വാർത്തകൾ സത്യാവസ്ഥ പരിശോധിക്കാതെ റിപ്പോർട്ട് ചെയ്തുവെന്നും ആ വാർത്തയുടെ സത്യാവസ്ഥ US അറിയാമെന്നും മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുമായിരുന്നു ലെവിറ്റിന്റെ ഉത്തരം. കൂടെ ഹമാസിന്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കില്ലെന്നും പരിശോധിച്ചറിഞ്ഞ് വിശ്വസിക്കുകയുള്ളൂവെന്നും ലെവിറ്റ് കൂട്ടിച്ചേർത്തു. കൂടാതെ ഭീകര സംഘടനയായ ഹമാസിനെ മിലിറ്റന്റ് ഗ്രൂപ്പ് എന്നോ ആയുധധാരികളായ സംഘമെന്നോ ആണ് BBC അഭിസംബോധന ചെയ്യുന്നതെന്ന കാര്യവും ലെവിറ്റ് ഓർമ്മിപ്പിച്ചു. അതേസമയം BBC ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഹമാസിന്റെ പക്ഷം ചേർന്ന് ഇസ്രായേലിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കാലങ്ങളായി തുടരുകയാണ്. അതിലേറ്റവും ഒടുവിലത്തേതാണ് GHF മാനുഷിക സഹായ വിതരണ കേന്ദ്രത്തിലെ ഇസ്രായേൽ വെടിവെപ്പ്. അതേസമയം ഗാസയിൽ 48 മണിക്കൂറിനുള്ളിൽ 14,000 കുട്ടികൾ പട്ടിണി മൂലം മരിക്കുമെന്ന് UN പറഞ്ഞതായുള്ള വ്യാജ റിപ്പോർട്ട് പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞപ്പോൾ BBCക്ക് ആ വാർത്ത പിൻവലിക്കേണ്ടി വന്നതും മാപ്പ് പറയേണ്ടി വന്ന സംഭവം നടന്നിട്ടും അധികം ദിവസമായിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേനാനോസ്.